അരുണാചൽ പ്രദേശിലെ നംസായി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ പഗോഡയൊക്കെ ഉണ്ടല്ലേ, ഗോൾഡൻ പഗോഡയൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ അതുപോലെ ഒരുപാട് പഗോഡകളുള്ള നഗരമാണ് നമ്മുടെ നംസായി എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ ഒരു സിറ്റിയാണ് നംസായി എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നംസായിലെ ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവാണ്. അത്യാവശ്യം നല്ല വലിയ റൂമും വിശാലമായിട്ടുള്ള റൂമും സേഫ് ആയിട്ടുള്ള റൂമും ഒക്കെ ആയിരുന്നു. 1000 രൂപ വാങ്ങിച്ചു, പക്ഷേ കുഴപ്പമില്ല, അതിനുള്ള വർത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഇവിടെ തിരിക്കുകയാണ്. അരുണാചൽ പ്രദേശിനോട് ഒരുപാട് ഓർമ്മകൾ തന്ന അരുണാചൽ പ്രദേശിനോടും നംസായിയോടും ഒക്കെ നമ്മൾ യാത്ര പറയുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മളിവിടെ നേരെ പോകുന്നത് നാഗാലാൻഡിലെ നോങ്വ എന്ന് പറയുന്ന സ്ഥലത്താണ്. മോൻ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ നോങ്വ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നാഗാലാൻഡിലെ 16 മെയിൻ ട്രൈബ്സാണ്, നാഗ ട്രൈബ്സാണ്. അതിലൊരു ട്രൈബുണ്ട്, അവർ പണ്ട് ഹെഡ് ഹണ്ടിങ് ഒക്കെ ആയിട്ട് നടന്ന ടീമുകളാണ്. അപ്പോൾ അതിൽ അതിലെ ആ ഒരു പ്രാക്ടീസൊക്കെ 1960-കളിലൊക്കെ ബാൻ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ അവസാന തലമുറകൾ ഇപ്പോഴും അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവരുടെ വില്ലേജും അവിടുത്തെ ഗ്രാമവും ബർമ ബോർഡറൊക്കെയാണ്, മ്യാൻമാർ ബോർഡറൊക്കെയാണ്. അതൊക്കെ കാണുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ യാത്ര ആരംഭിക്കാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇന്ന് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ലതുപോലെ ലേറ്റായി, കാരണം 2 ദിവസം കൊണ്ട് നമ്മുടെ ഉറക്കമൊന്നും ശരിയാവില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ അതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല, അത്യാവശ്യം നല്ലോണം റെസ്റ്റ് എടുത്തിട്ടാണ് തിരിക്കുന്നത്. നമുക്കൊരു 10-200 കിലോമീറ്റർ പുറത്ത് ഇന്ന് ഓടണം. അപ്പോൾ നമുക്ക് ഇന്ന് ചെല്ലേണ്ടത് ലങ്വ എന്ന് പറയുന്ന സ്ഥലമാണ്, അത് നാഗാലാൻഡിലാണ്. അങ്ങനെ ഈ യാത്രയിൽ നാഗാലാൻഡിലേക്ക് കയറുന്ന ആദ്യത്തെ ദിവസമാണിത്. അതായത് നമ്മൾ പല സ്റ്റേറ്റുകൾ ഇങ്ങനെ മാറിയും തിരിഞ്ഞും കയറി ഇറങ്ങിയെങ്കിലും ഇതുവരെ നാഗാലാൻഡ് ടച്ച് ചെയ്തില്ല. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ നാഗാലാൻഡിലേക്ക് കയറുന്നത്. അപ്പോൾ അത്യാവശ്യം മാർക്കറ്റും കാര്യങ്ങളും ഒക്കെ നല്ലതുപോലെ ആക്റ്റീവായിട്ടുണ്ട്. സമയം അതുപോലെ ആയിട്ടുണ്ടെന്ന് തന്നെ അന്നേരം ചിന്തിച്ചോണം. അങ്ങനെ എന്തായാലും നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള വെതർ ആയതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നത്ര കിലോമീറ്റർ കവർ ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫുഡൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ, അതായത് നമുക്ക് റിഫ്രഷ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരുപാട് കടകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി വറീഡല്ല. എവിടെയെങ്കിലും ഒതുക്കി ഇവിടുത്തെ ഏതെങ്കിലും ഒരു ലോക്കൽ ടേസ്റ്റ് നമുക്ക് വേറെ എല്ലായിടവും റൊട്ടിയും മറ്റേ ചെറിയ ബസുമതി ടൈപ്പ് അരിയുടെ ചോറുമാണ്, അതാണ് എല്ലായിടത്തും ഉള്ളത്. പിന്നെ കുറേ വെജിറ്റബിൾസ് ബോയിൽ ചെയ്തെടുത്ത്, അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടം എന്ന് പറയുന്നത് ഏകദേശം പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരുപാട് റിവർ ക്രോസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ വെള്ളം ഭയങ്കര കുറവാണല്ലോ ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഈ മഞ്ഞൊക്കെ ഉരുകുന്ന സമയമാകുമ്പോഴത്തേന് ഇവിടെയൊക്കെ, അത് മഴ ഒക്കെ ആകുമ്പോഴത്തേന് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് വീണ്ടും കൂടും എന്നാണ്. വെള്ളം കയറുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവർ ഈ തൂണിൽ വീട് വെക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ആരാധനാലയങ്ങൾ, അതുപോലെ തന്നെ സ്കൂൾ, അതായത് ഒരു ഗ്രാമത്തിൽ തന്നെ അവർക്ക് വേണ്ടുന്ന മെയിൻ ഫെസിലിറ്റീസ് എല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ നെൽപ്പാടങ്ങളൊക്കെ, അതായത് നമ്മളുടെ ആസാമിലൊക്കെ കണ്ട അതേ ഒരു രീതി ഇവിടെയും അതേ ഒരു രീതി തന്നെയാണ് കാണുന്നത്. നിലവിൽ അങ്ങനെ ഇപ്പം നമ്മളൊരു ഗ്രാമപ്രദേശത്തു കൂടിയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് എവിടെ വെച്ചോ വഴി തെറ്റി. അതായത് നമ്മളിപ്പോൾ പോകുന്നത് ഭയങ്കര ഇടുങ്ങിയ ഒരു വെട്ടുവഴി എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം, ആ ഒരു വഴി കൂടെയാണ്. അപ്പം കണ്ടില്ലേ, വയലേരിയാണ്. അതുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം നല്ലതുപോലെ പിടിച്ചാണ് പോകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പോകാൻ, കണ്ടോ, ഹാൻഡിൽ നല്ലപോലെ ഷേക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ചെറിയ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് സിറ്റി ഏരിയയിൽ ഭയങ്കര റഷ് ആയതുകൊണ്ട് ഗൂഗിൾ മാപ്പാണ്, അറിയാമല്ലോ, സ്വാഭാവികം, എല്ലാവർക്കും അറിയാം, എന്ത് ചെയ്തത്, ഇങ്ങനൊരു റൂട്ട് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് ഞങ്ങൾ കയറിയത്. ആക്ച്വലി കയറി ഒരു 3-4 കിലോമീറ്റർ കഴിഞ്ഞിട്ടും റോഡ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇവിടെ ഒരാൾ പോലും ഇല്ലായിരുന്നു ചോദിക്കാൻ. അപ്പം ആകെ പെട്ടുപോയി. അപ്പം നമ്മൾ നേരത്തെ ഉള്ള വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഹൈവേ പോവുകയാണെങ്കിൽ ഹൈവേ കൂടെ തന്നെ പോവുക, അല്ലാതെ ഇതുപോലുള്ള ഇടവഴികൾ പിടിച്ചാൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. അങ്ങനെ 8ൻ്റെ പണി കിട്ടി. ഞങ്ങൾ ഇവിടെ ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതല്ല മെയിൻ റോഡ്, പക്ഷേ ഇതുവഴി നമുക്ക് മെയിൻ റോഡിലേക്ക് ചെന്ന് കയറാൻ പറ്റും. പക്ഷേ ഭയങ്കര ടഫാണ് ഇതിലേക്ക് കയറി പോകാനായിട്ട്. അതായത് ഇത് കണ്ടോ, അവരുടെ ഈ തേയില കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ജീപ്പും കാര്യങ്ങളും ഒക്കെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിലേ പോകുന്നുള്ളൂ. ഇതൊരു തേയിലത്തോട്ടമാണ്, പ്രൈവറ്റ് എസ്റ്റേറ്റിലോട്ടുള്ള റോഡാണ് ആക്ച്വലി ഇത്. നമ്മളങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്കിത് മനസ്സിലായത്. അങ്ങനെ വേണ്ട ഈ വഴി ഞങ്ങളിപ്പോൾ ഒരു 1/4 മണിക്കൂർ കൊണ്ട് ഇതേ സെയിം റൂട്ടിലൂടെയാണ് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. ഇത് പ്രൈവറ്റ്, അതായത് ആ എസ്റ്റേറ്റിലോട്ടുള്ള റോഡാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴല്ല, കുറച്ചുകൂടെ കഴിഞ്ഞപ്പം ആണ് മനസ്സിലാവുന്നത്. വണ്ടി കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്.
അതായത് ദാണ്ട ചെറിയ പോച്ചയില്ലേ, അത് അതിലേക്ക് കയറിയ വണ്ടി തിന്നും. അപ്പോൾ ആകെയുള്ള ആ ഒരു ചെറിയ മണൽ കാണുന്ന വഴി കൂടെയാണ് ഈ നടക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ, നല്ല തേയിലത്തോട്ടമാണ്. അപ്പോൾ ദേ ഇവിടുന്ന് വീണ്ടും ഞങ്ങൾ റൈറ്റ് തിരിയാണ് ഉണ്ടായത്. അപ്പം വഴി എന്തുമാത്രം കൺജസ്റ്റഡ് ആയി എന്ന് നിങ്ങൾക്ക് ഓർക്കണം. എന്നാൽ ഈ പൊട്ടന്മാരായ ഞങ്ങൾ ചിന്തിക്കേണ്ടായോ ഇത്? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ഇങ്ങനെ എൻഡിലെത്തി. നമുക്ക് അങ്ങനെ ഞങ്ങളെ ഒരു ഡെഡ് എൻഡിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഗൂഗിൾ മാപ്പ്. ഇനി മുന്നോട്ട് വഴിയില്ല. അതായത് ഈ എസ്റ്റേറ്റിൻ്റെ വേലിയാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. അതായത് വഴി ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട്, ഇവിടെ വേലി ഇട്ടിരിക്കുകയാണ്. ഇത് വഴി നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ആ വഴി മുഴുവൻ തിരിച്ചിറങ്ങുകയാണ്. അതായത് വന്ന വഴി തന്നെയാണ് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ്. കാരണം അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ ഇവിടുന്ന് വേറൊരു വഴി നമുക്ക് പോകാനൊരു കൊച്ചൊരു ഇടവഴിയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഇടവഴി ഒന്ന് കയറിയാൽ ചിലപ്പം നമുക്ക് ഹൈവേയിലേക്ക് കയറാൻ പറ്റും. അതെന്തായാലും ഇതിനെക്കാട്ടി നല്ല വഴിയായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ തിരിച്ച് ഹൈവേയിലേക്ക് കയറിയാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഗൂഗിൾ മാപ്പിൽ നമുക്ക് ഇതുപോലെ വഴി കാണിക്കും. അപ്പം നമ്മൾ രാത്രിയിലൊക്കെ ആയിരുന്നു ഇങ്ങനെ വന്നിരുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവിടെ ഒരാൾ പോലും കാണത്തില്ല. നമുക്ക് ഇങ്ങനെയുള്ള വഴിയാകുമ്പോൾ നമുക്ക് ആക്സിഡൻറ്റ് പെട്ടെന്ന് ഉണ്ടാവാനുള്ള കാരണമാവും. രാത്രിയും കൂടി ആകുമ്പോൾ നമുക്ക് കാണാനും പറ്റത്തില്ല. അങ്ങനെ തേയിലത്തോട്ടത്തിൽ നിന്നൊക്കെ എസ്കേപ്പായി ഞങ്ങൾ വേണ്ട വേറൊരു റോഡ് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല റോഡാണ് കണ്ടിട്ട്. അങ്ങനെ നമുക്ക് ഈ വഴി പോയാൽ ഹൈവേ പിടിക്കാമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇത് വീണ്ടും തനി ഉൾഗ്രാമങ്ങളിലൂടെയാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി വഴി തെറ്റിയായിരുന്നാലും നമുക്ക് ആ ഗ്രാമഭംഗികളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാനൊരു ചാൻസ് കിട്ടി. അപ്പോൾ ഇവിടെ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി കണ്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലും അതുപോലെ തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കമുങ്ങില്ലേ, നമ്മുടെ പാക്കും തോട്ടങ്ങളൊക്കെ ഒരുപാട് ഇവിടെയൊക്കെ ഇങ്ങോട്ടേക്കൊക്കെ കാണാൻ തുടങ്ങി. എന്നിരുന്നാലും ആളുകൾ, അതായത് താമസം ഭയങ്കര ആൾതാമസങ്ങൾ ഭയങ്കര കുറവുള്ള സ്ഥലമാണ്. കൂടുതലും അവർ കൃഷിക്കായിട്ടാണ് വിനിയോഗിക്കുന്നത്. വളരെ ചെറിയ വീടും വളരെ വലിയ വിശാലമായ കൃഷിത്തോട്ടങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത. അങ്ങനെ വീണ്ടും ആളുകളും കൃഷിസ്ഥലങ്ങളും റോഡുകളും ഒക്കെ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ദൂരെ അരുണാചൽ പ്രദേശിൻ്റെ മലനിരകൾ വളരെ ഭംഗിയായിട്ട് മേഘങ്ങളിൽ ഇങ്ങനെ തട്ടിത്തെറിച്ചൊക്കെ കിടക്കുന്ന കാണാൻ നല്ല രസമാണ്. നമുക്ക് വഴി തെറ്റിയെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇതിലേക്കൂടെ വന്നാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം മൂന്നാറിലാണ് കുന്നുകളിൽ തേയിലത്തോട്ടങ്ങൾ കാണുന്നത്. ഇവിടെ നല്ല പ്ലെയിൻ ആയിട്ടുള്ള, ഓൾറെഡി ഹൈറ്റിലുള്ള സ്ഥലമാണ്, പ്ലെയിൻ ആയിട്ടുള്ളിടത്ത് നമ്മൾ കാണുന്നത്. അങ്ങനത്തെ മോളൊരുറക്കമൊക്കെ കഴിഞ്ഞ് എണ്ണീച്ചിരിക്കുകയാണ്. അവൾക്കിങ്ങനെ ഗോപ്രോ കാണുമ്പോൾ പോസ് ചെയ്യാനും ഇതുപോലെ ഇരുന്ന് ഇങ്ങനെ അവളുടെ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെ കണ്ടല്ലേ അവൾ പഠിക്കുന്നത്. അങ്ങനെ നല്ല അടിപൊളി റോഡ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലം വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ കവർ ചെയ്യാൻ പറ്റും. മാത്രമല്ല പക്ഷേ നമ്മളുടെ സ്പീഡും അതുപോലെ തന്നെ റോഡിലെ സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം പോകാൻ. കാരണം ഇവിടെയൊക്കെ ഒരുപാട് ക്രോസിങ്ങുകളും അതുപോലെ തന്നെ ഈ ആട് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും അതൊക്കെ വന്ന് ചാടുന്നത്. അങ്ങനെ എന്തായാലും ഏകദേശം ഒരു 1:30-2 മണിയായി. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഇനി ഒരു 1-2 കിലോമീറ്ററിനകത്ത് ബോർഡറാണ്, അതായത് നാഗാലാൻഡിലേക്ക് കയറുന്ന ബോർഡറാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ പെർമിറ്റും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ട സ്ഥലം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കാര്യമൊന്നും ഞങ്ങളോട് ചോദിച്ചില്ല. അപ്പോൾ ഈ കാണുന്ന കൂരയാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കയറി കുറച്ച് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഞങ്ങളിങ്ങനെ നിന്നപ്പോഴാണ് ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഒരു കട കണ്ടു. അപ്പോൾ അത്യാവശ്യം പാർക്കിങ്ങും കാര്യങ്ങളും സേഫായിട്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ നാഗാലാൻഡ് എത്തിയിരിക്കുകയാണ് ഗൈസ്. നാഗാലാൻഡ് എത്തിയിരിക്കുകയാണ്. നമ്മളെ ഗൂഗിൾ അമ്മച്ചി പലവട്ടം കറങ്ങി. പിന്നെ ഭയങ്കര ചൂടാ ചായക്ക് ചായ കുടിക്കാതിരിക്കുകയാണ്. പൊന്നു ചായ ഭയങ്കര ചൂടാകട്ടെ. കാടി ഗ്ലാസ് മിലേക്കാ. അപ്പോൾ നമ്മൾ നാഗാലാൻഡിൽ ഒഫീഷ്യലായിട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മോൻ എന്ന് പറയുന്നൊരു ഡിസ്ട്രിക്റ്റിലേക്കാണ് പോവുക. അപ്പോൾ മോനിൽ നിന്ന് പിന്നീട് നമ്മുടെ ലോങ് വോയിലേക്ക് പോകണം. അതാണ് നമ്മൾ ഇന്നത്തെ റൂട്ട് പ്ലാൻ. ഇപ്പോൾ 3 മണി ആയിട്ടുണ്ട്. 4 മണിക്ക് ആകുമ്പോഴത്തേക്ക് മോൻ എത്തുമായിരിക്കാം. തരടാ
അപ്പം ബാക്കി വിശേഷങ്ങൾ മോനിൽ ചെന്നിട്ട് നമ്മുടെ പ്ലാൻ അനുസരിച്ച് പോവാം അല്ലേ? ठीक है, नागालैंड का ब्लॉग चलता है। ठीक है 80,000 പ്ലസ് 80,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബറാണ് നിൽക്കുന്നത്. ബഹുത് ബഡാ യൂട്യൂബർ. ഇതാണ് നമ്മുടെ നാഗാലാൻഡിലെ ആദ്യത്തെ കാഴ്ചകൾ. നാഗാലാൻഡിലെ ആദ്യത്തെ നമ്മൾ പരിചയപ്പെട്ട ആൾക്കാരാണ്. ദേ അവിടെ നിന്ന് പച്ച ഫുഡ് കഴിക്കുന്നുണ്ട്. കേരള പുറത്തെയാണെന്ന് തോന്നുന്നു കഴിക്കുന്നത്. പൈസ വാങ്ങിച്ചില്ല, നമ്മുടെ പൈസ വാങ്ങിച്ചില്ല. അവർ നമ്മൾ അവരുടെ അതിഥികളാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചായ പോലും വാങ്ങിക്കാൻ നമുക്കൊരു ഫ്രീ ചായ കിട്ടുന്നുണ്ട്. നമ്മുടെ ചേച്ചിമാർ നാഗാലാൻഡിൽ വന്നപ്പോൾ തന്നെ അവളെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർക്ക് അവളെ ഇഷ്ടപ്പെട്ടു. നമ്മൾ കൊച്ചിയും കൊണ്ട് ബൈക്കിൽ കറങ്ങണമെന്ന് പറഞ്ഞപ്പോഴേ അവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാഗാലാൻഡിലെ കാഴ്ചകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്, അടിപൊളിയായിരിക്കുമല്ലേ അല്ലേ? അങ്ങനെ നമ്മളിപ്പോൾ നാഗാലാൻഡിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നാഗാലാൻഡിലേക്ക് കയറി എന്ന് വിചാരിച്ച് നാഗാലാൻഡ് ഫുള്ള് കവർ ചെയ്തിട്ടല്ല നമ്മൾ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ 2-3 ദിവസങ്ങളിലാണ് ഇറങ്ങുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ പോകുന്നത് ലങ്വയാണ്. ലങ്വ കവർ ചെയ്ത് തിരിച്ചിറങ്ങിയതിന് ശേഷം, അതായത് നാഗാലാൻഡിൻ്റെ ഒരു വശം മാത്രമാണിത്. അതിനുശേഷം നമ്മൾ ഹോൺബിൽ ഫെസ്റ്റിവൽ കവർ ചെയ്യാനായത്. ഹോൺബിൽ ഫെസ്റ്റിവലിന് ഇനിയും 2 ആഴ്ച കൂടെ കിടപ്പുണ്ട്. അപ്പോൾ അതിന് നമ്മൾ തിരിച്ച് മറ്റൊരു വഴി നാഗാലാൻഡിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നാഗാലാൻഡിൻ്റെ വളരെ ഭ്രാന്തപ്രദേശമാണ്. അപ്പം ഇവിടേക്ക് വരുമ്പം ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് റോഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ, മറ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഒരുപാട് ഫെസിലിറ്റീസ് വളരെ പുറകോട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ നാഗാലാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് കൃഷിയോ കാര്യങ്ങളോ ഒന്നും നമുക്കങ്ങനെ കാണാനില്ല. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ സമയം വൈകുന്നേരമായി. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് മോനിലേക്ക് എത്തണം. അപ്പം മോൻ കവർ ചെയ്യാൻ അവിടുന്ന് നമ്മൾ ചായ കുടിച്ചെടുത്തെന്ന് അവർ പറഞ്ഞത് നിങ്ങൾ മോനിലെത്താൻ രാത്രിയാകും. അപ്പോൾ അതിനു മുമ്പ് എവിടെയെങ്കിലും സ്റ്റേ കിട്ടുകയാണെങ്കിൽ അവിടെ നിൽക്കുന്നതായിരിക്കും സേഫ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടോ, ഭയങ്കര ശോചനീയമായ ഒരവസ്ഥയാണ് നമ്മൾ ഈ കവർ ചെയ്തു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം. അപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും റോഡ് പണിയും കാര്യങ്ങളും ഒക്കെയാണ്. എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഇതുവരെ കണ്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പരിതാപകരമായി കിടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് നാഗാലാൻഡ്. നമ്മൾ ചേരികളിലൊക്കെ പോകുന്ന ഒരു കാഴ്ചയാണ്. എന്നിരുന്നാലും സ്കൂളുകളും ഫെസിലിറ്റീസും ഒക്കെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ചെറിയ അന്തിച്ചന്തകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഒരുപാട് ചെക്ക് പോസ്റ്റുകളുണ്ട്. പക്ഷേ ഈ ചെക്ക് പോസ്റ്റുകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു ഇൻഡർസ്റ്റേറ്റ് ആകുമ്പം പെർമിറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ അങ്ങനെ കയറ്റുന്നത്. പക്ഷേ ഇവിടെ എങ്ങും നമ്മുടെ കയ്യിൽ നിന്ന് ചോദിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അത് മാത്രമല്ല, അതേ നോക്കിപ്പം സന്ധ്യയായി. അപ്പോൾ എവിടെ വരെ നമ്മൾ കവർ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമ്മൾ ആ തേയിലത്തോട്ടത്തിൽ കിടന്ന് കറങ്ങി അത്യാവശ്യം നല്ലതുപോലെ നമ്മളുടെ സമയം പോയി. റോഡും നല്ല മോശമാണ്. അപ്പം നമുക്ക് നോക്കാം നമുക്ക് എവിടെ വരെ ചെല്ലാൻ പറ്റുമെന്ന്. കാരണം സ്റ്റേ ഉള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ചെന്നാലെല്ലാം സ്റ്റേ കിട്ടും. അല്ലാതെ ഇവിടെയെങ്ങും അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇരുട്ടി തുടങ്ങി. അപ്പോൾ നാഗാലാൻഡ് അരുണാചലൂടെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അരുണാചൽ ഒരുപാട് ഹിൽ ഏരിയാസ് ആയിരുന്നു തോന്നെ നമ്മൾ കവർ ചെയ്ത് വന്നിരുന്നത് അല്ലേ. ഇപ്പോൾ നാഗാലാൻഡിൻ്റെ ഈ ഒരു വശത്തേക്ക് വരുമ്പം അത്യാവശ്യം നല്ല പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. എന്നാലും കുന്നുമലയൊന്നും ഇല്ല എന്നാലും അത്രയും വലിയ ഹൈക്ക് ചെയ്ത് പോകേണ്ട രീതിയിലുള്ള കുന്നുമലകളൊക്കെ അങ്ങനെ നമുക്കിവിടെ അങ്ങനെ നമ്മൾ ഈ വശത്ത് കാണാനില്ല. എന്നാൽ നമ്മളിനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉണ്ട് ഈ വശത്ത് കാണാനില്ല. നല്ല അടിപൊളി ഒരു സൺസെറ്റും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇവരുടെ ചെറിയ ചെറിയ കൃഷിത്തോട്ടങ്ങളിൽ നിന്നുള്ള സാധനങ്ങളും ഒക്കെയാണ് ഈ ചെറിയ കൂര മേഞ്ഞിട്ടേക്കുന്നതിനകത്ത് വിൽക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, അന്തിച്ചന്തകളാണ് ഇവിടെ ഒരുപാട് ആക്റ്റീവായിട്ടുള്ളത്. എന്നാലും റോഡ് തേണ്ട ചില സ്ഥലങ്ങളിൽ നമുക്ക് നല്ലതാണ്. എൻ്റെ ഇവിടെ ഒരു അപ്പൂപ്പൻ എന്തൊക്കെയോ വിൽക്കാനായിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ വഴി ചോദിക്കുകയാണ് എത്ര ദൂരമുണ്ട്. പക്ഷേ പുള്ളിക്ക് ഭാഷ അറിയത്തില്ല. അപ്പോൾ നാഗാലാൻഡിലുള്ളവർക്ക് ഹിന്ദി വളരെ കുറച്ച് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ അവർക്ക് ഇംഗ്ലീഷ് അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഒരു ഇൻഫ്ലുവൻസ് സത്യത്തിൽ അത് നല്ലതാണ്. കാരണം അവർ അങ്ങനെയുള്ളവരൊക്കെ ചെന്നിട്ടാണ് ഒരു പുരോഗമനം അവിടെയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളതായിട്ട് മനസ്സിലാവുന്നത്. കാരണം അവർക്ക് ഇംഗ്ലീഷ് അറിയാം സംസാരിക്കാനായിട്ട്. റോഡ് വളരെ മോശമാണ്. ഒരുപാട് പ്രായം ചെന്നവർക്കേ ഉള്ളൂ അങ്ങനെ ഭാഷാ പ്രശ്നങ്ങൾ വരുന്നത്. ഇനി അങ്ങോട്ടേക്ക് വളരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ്. കാരണം ഇനി നമ്മൾ ചെല്ലേണ്ട മോൻ വില്ലേജിലേക്കാണ്. അപ്പോൾ ആ മോൻ വില്ലേജും നമ്മളിപ്പോൾ കണ്ട സ്ഥലത്തിൻ്റെയും ഇടയ്ക്കായിട്ട് മറ്റ് യാതൊരുവിധ ഫെസിലിറ്റിയും കാര്യങ്ങളും ഒന്നുമില്ല. ചെറിയ ചെറിയ തോട്ടങ്ങളും മറ്റ് ചെറിയ ചെറിയ കുന്നുകളും ഒക്കെയാണ്. ഇല്ല കാണുന്ന കുന്നുകളിലേക്കൊക്കെയാണ് നമുക്ക് ചെല്ലുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റില്ല. രാത്രി യാത്ര നാഗാലാൻഡിൽ ഒട്ടും സേഫ് അല്ല.
പിന്നെ മറ്റൊരു കാര്യം ഇവിടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതുണ്ട്, ഇവിടെയൊക്കെ കൊച്ചു കൊച്ചു കുടിലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയൊന്നും കരണ്ടോ അതിൻ്റെ സൗകര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൃഷി സ്ഥലത്തേക്കുള്ള സാധനങ്ങൾ വണ്ടികളൊക്കെ വരുമ്പോൾ കയറ്റി വിടാനും മറ്റുമായിട്ടുള്ള ഒരു താൽക്കാലിക ഷെഡ് അടിച്ചിട്ടിരിക്കുകയാണ് ഇതെല്ലാം. അവരൊന്നും ഇവിടെയൊന്നും അല്ല താമസം, അവരൊക്കെ ഉൾപ്രദേശങ്ങളിലേക്കാണ് താമസം. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കാടാണ് തോനെ. അങ്ങനെ ഞങ്ങൾ എന്തായാലും വില്ലേജിൽ ഒരുപാട് താമസിച്ചാണ് എത്തിയത്. വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു റൂം കിട്ടിയത്. കയറിയോട്ടി ചോദിക്കട്ടെ. നീ എന്താ എടുക്കുവാടേ? രസം എന്തോ വയ്ക്കുവാടാ? വെക്കണ്ടേ? നാളെ കൊണ്ടുപോണ്ടേ? നാളെ ചോറ് വെക്കണ്ടേ? നമ്മളിപ്പോൾ നാഗാലാൻഡിലെ മോൻ എന്ന് പറയുന്ന ടൗൺ ആണ്, മെയിൻ ടൗൺ ആണ്. മോൻ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് ആണ്, അതിന്റെ മെയിൻ ടൗൺ ആണ്. ഒരു മോൻ വില്ലേജും ഉണ്ട്, ഒരു മോൻ ടൗണും ഉണ്ട്. അപ്പോൾ നമ്മൾ നിലവിലുള്ളത് മോൻ ടൗണിലാണ്. ഇവിടുന്ന് ലോങ് വേക്ക് 42 കിലോമീറ്റർ, ഏകദേശം 1.5 മണിക്കൂറോളം റൈഡ് വരും. പക്ഷേ ഇവിടെ നൈറ്റ് ഡ്രൈവ് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ചായ കുടിച്ച സ്ഥലമില്ലേ, അവിടുന്ന് ഇവിടേക്ക് ഏകദേശം 30 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ആ 30 കിലോമീറ്റർ ഓടാൻ നമ്മൾ ഏകദേശം 2.5 മണിക്കൂർ എടുത്തു. കാരണം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് 6 മണി 6:15. അപ്പൊ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ എങ്ങും റൂം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് റൂം കിട്ടാതെ ഞങ്ങൾ കുറെ നടന്നു. അവസാനം ഒരിടത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ ചോദിച്ചു നോക്കാൻ. അങ്ങനെ എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭാഗ്യത്തിന് ഒരു റൂം അവൈലബിൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ആ ഒരു ഗസ്റ്റ് ഹൗസിൽ കൂടി 700 രൂപ ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടുന്നതിന്. നല്ല മനുഷ്യർ. നമ്മൾ ഒരുപാട് അവർ പറഞ്ഞു ഇവിടെ ലോക്കൽസിന് മാത്രമേ കൊടുക്കാറുള്ളൂ, പുറത്തുനിന്ന് ആർക്കും കൊടുക്കാറില്ല. പിന്നെ കുഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വരുന്നവർക്ക് ഇവിടെ കൊടുക്കത്തില്ലായിരുന്നു. ഇവിടെ ഉള്ളതുകൊണ്ട് ഭാഗ്യമെന്ന് പറയാം, അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് എന്തായാലും ഇവിടെ പള്ളിയുടെ അക്കോമഡേഷൻ കിട്ടി, അതുകൊണ്ട് സെറ്റായിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ ഫുഡ് രാത്രിയിലത്തേക്കുള്ള പരിപാടികളാണ്. രസം വയ്ക്കുന്നു, ചോറ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ചോറും രസവും കുറച്ച് മുട്ട ഓംലെറ്റും, അതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത്. അച്ചാറുണ്ട്. നമ്മുടെ അമ്മാവൻ്റെ അച്ചാറാണോ? അയ്യോ, അമ്മാവൻ്റെ അച്ചാർ ഓർമ്മിപ്പിക്കില്ലേ, മുളകിട്ട അച്ചാർ. ആ മുളക് കഴിച്ചിട്ട് ബോധക്കേട് വന്നുപോയി. എടുത്തു വെച്ചിട്ടുണ്ട്, വീട്ടിൽ കൊണ്ടുപോയി കൃഷി ചെയ്ത് നോക്കട്ടെ, നാട്ടുകാരായി കൊടുത്തു നോക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഡ്രൈവ് എന്ന് പറയുന്നത്. ഭയങ്കര വൃത്തിയായിട്ട റോഡ്, 30 കിലോമീറ്റർ റോഡെന്ന് പറയുന്ന സാധനമില്ല. പിന്നെ ഇവിടുത്തെ പ്രധാന പ്രശ്നം നൈറ്റ് ഡ്രൈവ് ഒഴിവാക്കണം, മാക്സിമം ഒഴിവാക്കണം. കാരണം ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു തമിഴ് കപ്പിൾസ് നമ്മളെ തടഞ്ഞു നിർത്തി. കാരണം അവർ KL രജിസ്ട്രേഷൻ കണ്ടിട്ട് തടഞ്ഞു നിർത്തിയതാണ്. അങ്ങനെ അവർ പറഞ്ഞു ഇവിടെ രാത്രി യാത്രയൊക്കെ ബുദ്ധിമുട്ടാണ്, കാരണം ഈ ആൾക്കാർ തടഞ്ഞു നിർത്തി, കുറച്ച് മോഷണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് രാത്രിയിൽ യാത്ര സൂക്ഷിച്ച് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ മുന്നേ പോയിട്ട് ഒരു ലോറിക്കാരൻ പുറകിലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം വരുന്നത്. എന്നിട്ട് ഇടയ്ക്ക് 1-2 ബൈക്കുകാരൊക്കെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആരായതൊന്നും നമുക്കറിയില്ല, നമ്മൾ പെട്ടെന്ന് വിട്ടുപോയിരുന്നു. അപ്പോൾ എന്തായാലും റോഡ് ഭയങ്കര മോശം. റോഡെന്ന് പറയാൻ സാധനമില്ല. ആ സമയം ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തോന്നിയത് റോഡിൻ്റെ കാര്യത്തിൽ. റോഡില്ല. പക്ഷെ ആ സമയം ഏത് സ്ഥലത്തും റോഡുണ്ടായിരുന്നു. അത് ഭയങ്കര ഇല്ലെന്ന് മാത്രമല്ല, ഇത് കാടാണ്, ടോട്ടലി ഫുള്ള് കാടാണ്. പക്ഷെ നമ്മൾ എവിടെ നോക്കിയാലും വെട്ടമുണ്ട്, കുറെ ചലിക്കുന്ന വെട്ടങ്ങളാ തോന്നിയത്. അതായത് മൊബൈലിൽ അവിടെയൊക്കെ ആളുകളുണ്ട്, പക്ഷെ അതുപോലെ തന്നെ അറിയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ കുടിലുകളുണ്ട്. അതായത് ട്രഡീഷണലി സാധാരണ നമ്മുടെ കുടില്, നമ്മൾ സീറോ വാലിനെ കണ്ടുപോലെ കുടിലുകളുണ്ട്. പക്ഷെ അതിൽ ആരും ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇല്ല. എവിടേക്കോ ഒരു മിന്നായം പോലെ നമുക്കിങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ചേക്കുന്നത് കാണാം. അപ്പോൾ ഈ വഴിയൊക്കെ നാഗാലാൻഡ് ചെയ്യുന്നവര്, അതായത് ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ചെയ്യുന്നവര് മാക്സിമം നാഗാലാൻഡ് നല്ല നോർത്ത് ഈസ്റ്റ് ഫുള്ള് പകല് കവർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മളിപ്പോ രാത്രി ആയതുകൊണ്ട് നമുക്ക് സൈഡൊന്നും അറിയില്ല. ഈ നാളെ ഇറങ്ങുമ്പോഴാണ് ഈ വന്ന റോഡ് തന്നെ നാളെ തിരിച്ചിറങ്ങണം. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അന്നേരമാണ് നമ്മൾ ആ റിയാലിറ്റി, നമ്മൾ എന്താണ് കവർ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എൻ്റെ ഒരു പേടി ഓമാർ ആരെങ്കിലും റോഡിൽ തടഞ്ഞു നിർത്തി എന്തെങ്കിലും പിടിച്ചു പറിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ചില പാരൽ ഗവൺമെന്റ് പോലത്തെ ചില ആൾക്കാർ ഉണ്ട്. പിന്നെ ഈ കഞ്ചാവ് അടിക്കാൻ കിട്ടിയ ടീമുകളുണ്ട്. അവന്മാരെ എവിടെന്നെങ്കിലും പിടിച്ചു പറിച്ചിട്ട് കിട്ടുന്ന പൈസയ്ക്ക് കഞ്ചാവ് അടിക്കാൻ കിട്ടിയ ടീമുകളാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു രക്ഷയുണ്ടെങ്കിൽ നൈറ്റ് ഡ്രൈവ് ഒഴിവാക്കുക. നമ്മൾ ഇന്ന് ശരിക്കും വിട്ടുപോയി എന്ന് തന്നെ പറയാം. രസമുണ്ട്, കാണുന്നുണ്ടടി.
നമ്മളെ പിന്നെ സാരമില്ല. നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട് ഇന്ന് 19, നാളെ 20ാമത്തെ ദിവസമാണ്. അപ്പം നമ്മളെ കണ്ട ഒരുപാട് മലയാളീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം നമ്മളോട് ചോദിക്കുന്നത് നൂഡിൽസ് ആണോ എന്നും കഴിക്കുന്നതെന്നാൽ ഞങ്ങൾ അങ്ങനെ ഒരു സാധനം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഒന്നോ രണ്ടോ തവണ അത്രയല്ല ഉള്ളൂ, അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അല്ലാത്തപ്പോഴെല്ലാം ഞങ്ങൾ ചോറും ഇതുപോലെ പറ്റുന്ന എന്തെങ്കിലും കൂട്ടാൻ എല്ലാം വെച്ചോണ്ടാണ് പോകുന്നത്. ഞാൻ അത്യാവശ്യം വേണ്ടി നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ഐറ്റംസും നമ്മൾ നാട്ടിൽ നിന്ന്, നമ്മുടെ സാഡിൽ ബാഗ് ഫുള്ള് കുക്കിംഗ് ഐറ്റംസ് ആണ് അല്ലേ? അതെ അതെ അതെ, എല്ലാ സാധനവും അതായത് നമുക്ക് പറ്റും. നമുക്ക് അത്യാവശ്യം അതെ ഈ ഇതാണ് ഞങ്ങൾ പറഞ്ഞ കെറ്റില് വേണ്ട, ഇതിൽ ചോറും വേവിക്കാൻ പറ്റും. ഇതുപോലൊരു ചീനിച്ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒഴിക്കാനും പറ്റും. ഇതിപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള, ചോറ് കഴിക്കാനുള്ള സാധനങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ മോൻ ഡിസ്ട്രിക്റ്റിലോട്ടുള്ള യാത്ര കിടിലമായിരുന്നു. അപ്പം നാളെ ലോങ്വ പോയി ലോങ്വയിലെ കാഴ്ചകൾ നമുക്ക് കാണാം.